ഇവിടെ എങ്ങനെയാണ് പാകിസ്ഥാൻ നമ്മുടെ നാട്ടിലേക്ക് കടന്നു കയറി ആക്രമണത്തിന് ശ്രമം നടത്തിയത്? അതിന് തെളിവുകളൊക്കെ കഴിഞ്ഞ ദിവസം സൈന്യം പുറത്തുവിട്ടതാണ്. വ്യോമത്താവളങ്ങൾ, ജനവാസ മേഖലകളിൽ അങ്ങോട്ടേക്കൊക്കെ കടന്നു കയറി ആക്രമണം നടത്താൻ ഉള്ള പ്ലാനാണ് അവരിട്ടത്. കൂടാതെ ഒരു യാത്രാ വിമാനത്തെ പോലും മറയാക്കി അങ്ങേയറ്റം നീചമായ ആക്രമണത്തിന് അവർ പദ്ധതിയിട്ടു. അതെല്ലാം തകർത്ത് കളഞ്ഞു നമ്മുടെ സേന. അങ്ങനെ ഒരു കരുത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ എന്തിനാണ് അതൊരു മറ്റൊരു തലത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കേണ്ടെന്ന കാര്യമുണ്ടോ ഈ ഘട്ടത്തിൽ? അഡ്വക്കേറ്റ് പി ആർ അനൂപ്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇവിടെ ഈ ചർച്ചയിൽ BJPക്ക് ഒരു പ്രതിനിധിയുണ്ട്. വിദേശകാര്യ വിദഗ്ധൻ എന്ന് പറയുന്ന മാന്യദേഹം ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ബയാസിനോട് കൂടി സംസാരിക്കേണ്ട ആവശ്യമില്ല. BJPയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അവർ പറയും, ഞങ്ങളതിന് മറുപടിയും പറയും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്ഷപാതിത്വം വളരെ വ്യക്തമാണ്. BJPക്ക് വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, വ്യക്തമാണ്. അതിന് ഞാൻ മറുപടി പറയാം. എനിക്ക് രണ്ട് പ്രതിനിധികൾ ഈ ചർച്ചയിൽ ഉണ്ടായാലും ഒരു പ്രശ്നമില്ല. ഇദ്ദേഹം പറഞ്ഞത് എന്താ? BJPയുടെ സ്റ്റാൻഡ് പറയേണ്ടത് BJPയുടെ പ്രതിനിധിയല്ലേ? അദ്ദേഹം തന്നെ തുറന്ന് അഡ്മിറ്റ് ചെയ്തിട്ടില്ലേ? ട്രംപ് ഇടപെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് ക്രെഡിറ്റ് കൊടുക്കാം. അദ്ദേഹം മാത്രമല്ല ഇടപെട്ടതെന്നാണ് BJPയുടെ പ്രതിനിധി തന്നെ ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്കത് പരിശോധിക്കാം. ഇപ്പോൾ BJPയുടെ പ്രതിനിധിയേക്കാൾ ആധികാരികമായി ഇദ്ദേഹമാണ് ഇവിടെ ഡിഫെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് പല ലോകരാഷ്ട്രങ്ങളും ആവശ്യപ്പെട്ടിട്ടില്ലേ, ഇന്ത്യ ഉക്രൈൻ പ്രശ്നത്തിൽ പറഞ്ഞിട്ടില്ലേ? ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യപ്പെടുന്നതും അത് പ്രഖ്യാപിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇദ്ദേഹത്തിനില്ലേ? നമ്മൾ ആവശ്യപ്പെടും. രണ്ട് ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആവശ്യപ്പെടും, അഭ്യർത്ഥിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഇടപെടലുകൾ വളരെ സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഡൊണാൾഡ് ട്രംപ് കയറി അങ്ങ് പ്രഖ്യാപിക്കുക. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വങ്ങൾ ഉള്ളപ്പോൾ ട്രംപ് പറയുകയാണ്, ഞങ്ങളത് നടപ്പിൽ വരുത്തിയെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാനുള്ള ബാധ്യതയുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. കോൺഗ്രസ് അങ്ങനെ വിമർശിച്ചു തുടങ്ങുമ്പോൾ രാജ്യത്തെ വിമർശിക്കുന്നൊന്നും പറയണ്ട. രാജ്യം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഞങ്ങൾ ഈ രാജ്യത്തെ, സൈന്യത്തെ സർവാത്മന പിന്തുണയ്ക്കുന്നു എന്ന് എല്ലാ സന്ദർഭത്തിലും പറഞ്ഞ ആളുകളാ. കോൺഗ്രസ് അതിരുകവിഞ്ഞ പിന്തുണ കൊടുക്കുന്നു എന്നും ചൂണ്ടിക്കാണിക്കേണ്ട, വിമർശിക്കേണ്ട പല കാര്യങ്ങളും വിമർശിക്കുന്നില്ല എന്നും ഞങ്ങൾക്കെതിരെ വിമർശനമുള്ള സാഹചര്യമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ അനുയായികൾ തെരുവിൽ നടക്കുന്നത് പോലെ, തെരുവിൽ പ്രക്ഷോഭവുമായി നടക്കുന്നത് പോലെ അല്ലല്ലോ കോൺഗ്രസ് ചെയ്യുന്നത്. കോൺഗ്രസ് ഒരു പ്രതിപക്ഷത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും നിറവേറ്റി. സർവകക്ഷി യോഗത്തിൽ അതിന്റെ സ്റ്റാൻഡ് പറഞ്ഞു, രാജ്യത്തിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇത്തരം ചില കാര്യങ്ങൾ, അത് ഞങ്ങൾ സംസാരിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയല്ലേ? രാജ്യം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ചൊരു നിലപാടിന്റെ തുടർച്ചയാണത്. അപ്പൊ അതിനകത്തൊരു ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. ഒരു രാജ്യത്തിന്റെ വിദേശകാര്യ നയം എന്ന് പറയുന്നത് സാധാരണ നിലയിൽ ഗവൺമെന്റുകൾ മാറുമ്പോഴും അതിനൊരു തുടർച്ചയുണ്ട്. കാശ്മീർ പ്രശ്നത്തിൽ, പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങളിലൊക്കെ നമ്മളെടുത്തൊരു നിലപാട് എന്ന് പറയുന്നത് മൂന്നാമതൊരു കക്ഷിക്ക് ഇതിൽ ഇടപെടാൻ റോളില്ല എന്നാണ്. ഈ വിദേശകാര്യ വിദഗ്ധൻ പറയുന്നത് എന്ത് ആയിക്കോട്ടെ, BJPയുടെ പ്രതിനിധി എന്താ പറഞ്ഞത്? ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് കൊടുക്കാം. പക്ഷെ അദ്ദേഹം മാത്രമല്ല, ആ സത്യസന്ധതയെ ഞാൻ ബഹുമാനിക്കുകയാണ്. വിദേശകാര്യ വിദഗ്ധന്റെ പോലെ ഉരുണ്ട് ഡൊണാൾഡ് ട്രംപ് ആ പരിസരത്തേക്കേ വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ അങ്ങനെ ട്രംപ് കൂടി ഇടപെട്ടാണ് ഇത് സാധ്യമാക്കിയതെങ്കിൽ അത് രാജ്യത്തോട് പറയാനുള്ള ഉത്തരവാദിത്വം, കടമ, ചുമതല ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുണ്ട്. ഇതൊരു വ്യക്തിപരമായ ഒരു എൻഗേജ്മെന്റ് അല്ലല്ലോ ഞാൻ തീരുമാനിക്കുമെന്ന് പറയാൻ. അത് രാജ്യത്തെ ബോധ്യപ്പെടുത്തണ്ടേ? അത് ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങളെ രാജ്യദ്രോഹികളും ഞങ്ങളെ രാജ്യവിരുദ്ധരുമായിട്ട് പ്രഖ്യാപിക്കാനാണ് നീക്കമെങ്കിൽ ഞങ്ങളതിനെ അർഹിക്കുന്ന വില പോലെ അവസ്ഥയോടുകൂടി അതിനെ തള്ളിക്കളയും. ഈ രാജ്യം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഇന്നലെ ഉണ്ടായതല്ലോ. ഈ രാജ്യത്തിന്റെ ചരിത്രം, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ, ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാക്കിയത്, ഇന്ത്യക്കൊരു സ്വന്തമായ സൈന്യം ഉണ്ടാക്കിയത്, അതിലൊക്കെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഈ ദേശീയതയെ നിർണയിച്ചത് മുന്നോട്ട് കൊണ്ടുപോയത് ഞങ്ങളാണെന്നേ. അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റാരേക്കാളും ഉത്തരവാദിത്വം ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനുണ്ട്. അത് രാജ്യത്തിന്റെ ആഭ്യന്തരവും വൈദേശികവുമായ പരമാധികാരം സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടത്തിലാണ്. ഇന്ത്യയുടെ ശിരസ് ഉയർന്നു തന്നെ നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അത് മറ്റൊരു രാജ്യത്തിന് മുമ്പിലും താഴാൻ പാടില്ല എന്നതിന്റെ പേരിൽ, രാജ്യസ്നേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഞങ്ങളത് ചോദ്യം ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്കറിയാം, അത് കോൺഗ്രസ് പറയുന്നത് പോലെയാണോ? കോൺഗ്രസ് പറയുന്നത് ആരാണെന്ന് തീരുമാനിക്കുന്നത് ഇവരൊക്കെയാണോ? കോൺഗ്രസിന്റെ പൊസിഷനാണ്. കോൺഗ്രസ് ഒരു സുപ്രഭാതത്തിൽ സ്വീകരിച്ച പൊസിഷൻ അല്ല. കോൺഗ്രസ് എല്ലാ കാര്യത്തിലും എടുത്ത നിലപാടാ.
അപ്പോ അതിനെ നിസ്സാരവൽക്കരിക്കുകയും ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് അങ്ങനെ പറയാനുള്ള അവകാശം പോലുമില്ല എന്ന അർത്ഥത്തിൽ അത് അങ്ങനെ സംസാരിക്കുന്നത് പോലും അങ്ങേയറ്റ അപലപനീയമാണ്. അദ്ദേഹത്തോട് വീണ്ടും പറയുന്നു, അദ്ദേഹം BJP പ്രതിനിധി പറയുന്ന മിനിമം സത്യസന്ധതയെങ്കിലും ഈ പറയുന്ന വിദഗ്ധൻ കാണിക്കണം എന്നാണ് എനിക്ക്